വീണ്ടും ഹൈജീൻ ഹൈജീൻ ഹൈജീൻ. എവിടെ പോണ്? തൊണ്ട വെള്ളം കുടിക്കണം. ഈ പട്ടിയുടെ മോന്ത കണ്ടിട്ട് പോയാ മതി. വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കണം. ഇത് കണ്ടിട്ട് കുടിച്ചാൽ മതി. ഇവൻ ആരെന്ന് അറിയണ്ടേ? ജാസ്മിൻ ചെരിപ്പിടാറില്ലേ? എന്റെ ഈ അന്നസത്യം ഞാനങ്ങനെ ചെയ്തിട്ടില്ല. വെറുതെ കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യങ്ങൾ പറഞ്ഞ് എന്നെ നാറ്റിക്കരുത്. ജാസ്മിൻ ചെരിപ്പിടാറില്ലേ? എന്താ? സോറി, ഞാനൊരു കോടീശ്വരനാണെങ്കിലും ഇത്തരം വൃത്തികെട്ട ശീലങ്ങളൊന്നും എനിക്കില്ല. ഞാൻ തെറ്റാണോ? എന്താ? എനിക്ക് കംഫർട്ട് എന്നുള്ള രീതിയിൽ ഇവിടെ അങ്ങനെ ചെളിയ അഴുക്കൊന്നും ഇല്ലല്ലോ. പറഞ്ഞു കേട്ടെടുത്തോളം തന്നിഷ്ടക്കാരിയും അഹങ്കാരിയുമായ അവളെ 4 തെറി പറഞ്ഞില്ലെങ്കിൽ ഈ സാഗർ കോട്ടപ്പുറത്തിന് ഉറക്കം വരില്ലടോ. അയ്യോടാ, അങ്ങനെ യാതൊരു ഉദ്ദേശവും എനിക്കില്ലടാ. എനിക്കറിയല്ലേ ബാബാ? എന്നാ നമ്മുടെ കംഫർട്ടിൽ ജീവിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല ഈ ബിഗ് ബോസ് ഹൗസ്. പറ്റിപ്പോയടാ. വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ എന്നെ മാത്രം എയിം ചെയ്താണ് പറഞ്ഞത്. അങ്ങനല്ല, നിങ്ങൾ മാത്രമേ ചെരുപ്പിടാതെ നടക്കുന്നുള്ളൂ എന്നാണ് പറഞ്ഞത്. അല്ലെങ്കിലും ഞാനിവിടെ വന്നപ്പോ മുതല് റോസ് എന്നെ വിട്ടിട്ട് പീഡിപ്പിക്കല്ലേ. എന്നോട് ഇങ്ങനെ പോരെടുക്കാൻ എന്ത് തെറ്റ് ഞാൻ ചെയ്തത്? ഫ്ലാഷ് ബാക്ക്. ഒന്നാമത്തെ കാര്യം ഇവിടെ ഉള്ളവർക്കും അറിയാം, എനിക്ക് പറയുന്നോണ്ട് ബുദ്ധിമുട്ടില്ല. ഞാൻ ഒന്നിരാടെ കുളിക്കാറുള്ളൂ. മാസത്തിൽ 2 തവണ കുളിച്ചാല് എനിക്ക് ജലദോഷം വന്നിരും. തന്നെ എനിക്ക് അലർച്ചി. എന്നാ കുറച്ച് വിക്സ് പറ്റിട്ടുവാ. ഇത് ശരിയായ ഒരു ഏർപ്പാടല്ല. അതിന് ശ്രദ്ധിക്കണം. ഓക്കെ. അയ്യോ, ബാക്കിയുള്ളവർക്ക് അത് നിനക്കത് കുഴപ്പമില്ല, ബാക്കിയുള്ളവർക്ക് ചെറുതായിട്ട് അറപ്പാണത്. ഞാനോ? നോ, ഇംപോസിബിൾ. ഞാൻ കുളിക്കാറില്ല. അല്ല, ഞാൻ അങ്ങനെ കുളിക്കാറില്ല. നല്ല ടേസ്റ്റ്. ആരോടിച്ചെന്റെ ബാക്കിയാണാവോ? എന്ത് ചായയുടെ? അയ്യോ, കുറച്ച് മെഴുകി പോയി. നന്നായിട്ടുണ്ട്. നമ്മളെ കണ്ടുള്ളൂ ടേസ്റ്റ് കൂടിട്ടത്. ആണോ? അവരെ തുപ്പലൊക്കെ തെറിച്ച ചപ്പാത്തിയാണെന്ന് എല്ലാരും തിന്നണ്ടത്. ഇന്നത്തെ ഭക്ഷണം കൊള്ളാം, നല്ല മയമുണ്ട്. എന്റെ അച്ചായ ഇവളുടെ പുട്ടും കടലയും ഒന്ന് പോസാവുച്ചായ എപ്പോഴും അങ്ങനെ ആയിരിക്കില്ല. ഇല്ലടാ, സത്യമായിട്ട് ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തികെട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്. വൃത്തികെട്ട പണിയാ എടാ ഇത്? വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഇത് വൃത്തികെട്ട പണി, അത് മാത്രം പറയരുത്. തുമ്മലൊക്കെ എല്ലാവർക്കും വരുന്ന കാര്യമാണ്. തുമ്മിക്കോട്ടെ, കുഴപ്പമില്ല. പക്ഷെ തുമ്മുമ്പോൾ ആ തുമ്മൽ എല്ലാ സ്ഥലത്തും സ്പ്രെഡ് ആയിരിക്കണം. അപ്പം അറ്റ്ലീസ്റ്റ് ആ പാത്രങ്ങൾ എടുത്ത് കഴുകി തിരിച്ചവിടെ വെക്കാനുള്ള മാന്യത കാണിക്കുക. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഈ കൈ കൊണ്ടാണോ താൻ ഇവിടുത്തെ സാധനങ്ങൾ എടുത്തുകൊണ്ടേ വെക്കുന്നത്? ക്ലീൻ ചെയ്തൂടെ? പിന്നെ എനിക്കിവിടെ തൂറാൻ പോലും സമയം കിട്ടല്ലോ. അതിനിടക്കല്ലേ കൈയുടെ നഖം വെട്ടാൻ പോണത്. എനിക്ക് തന്നെ ഭക്ഷണം വേണ്ട. 5-8 ദിവസം ഞാൻ കുളിക്കാത്തതിന് ആർക്കും ഒരു പരാതിയില്ല. ഇടയ്ക്കിടയ്ക്ക് പറയുന്ന കാര്യമാണല്ലോ ഞാൻ കുളിക്കില്ല. കുളിക്കാത്ത ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിട്ട് ഞാൻ കുളിക്കൂല, ഞാൻ ഇതാക്കൂല, ഞാൻ തുമ്മിട്ട് അത് ഇതാക്കൂല. എനിക്ക് നീ മതിയായിട്ടില്ലല്ലേ? ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. നേട്ടങ്ങളിൽ മാത്രമാണ് നോട്ടം. കീഴടക്കല്ലാണ് ഇവളുടെ സംതൃപ്തി. സൗന്ദര്യമാണ് ഇവളുടെ വജ്രായുധം. നല്ല കുട്ടി, ഒറ്റ മോളേ ഉള്ളൂ. മതിലോ കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി.